ആഘോഷങ്ങളുടെ ഭാഗമായി ഫോർട്ട് കൊച്ചിയിൽ 2 ഗ്രൗണ്ടിലും പാപ്പാഞ്ഞിയെ കത്തിക്കാൻ ഉപാധികളോടെ ഹൈക്കോടതി അനുമതി. കർശന സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കണമെന്നും പാപ്പാഞ്ഞിയുടെ ചുവട്ടിൽ നിന്നും 70 അടി അകലത്തിൽ സുരക്ഷാ ബാരിക്കേഡ് നിർമ്മിക്കണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു. ക്രമസമാധാന പ്രശ്നം ചൂണ്ടിക്കാട്ടി ഫോർട്ട് കൊച്ചി വെളി മൈതാനത്ത് സ്ഥാപിക്കുന്ന 40 അടി ഉയരമുള്ള പാപ്പാഞ്ഞി നീക്കാൻ നേരത്തെ പോലീസ് നിർദ്ദേശിച്ചിരുന്നു. ഇതിനെതിരെ സംഘാടകരായ ഗാല ഡേ ഫോർട്ട് കൊച്ചി കോടതിയെ സമീപിക്കുകയായിരുന്നു. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തബാധിതരുടെ പുനരധിവാസത്തിനായി ടൗൺഷിപ്പ് നിർമ്മിക്കാനായി ഭൂമി ഏറ്റെടുക്കാമെന്ന് ഹൈക്കോടതി. എസ്റ്റേറ്റ് ഉടമകളുടെ ഹർജി തള്ളിക്കൊണ്ടാണ് സുപ്രധാന വിധി ഹൈക്കോടതി പുറത്തിറക്കിയത്. എസ്റ്റേറ്റ് ഭൂമികൾക്ക് നഷ്ടപരിഹാരം നൽകിക്കൊണ്ട് ഏറ്റെടുക്കാമെന്നാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്. ലാൻഡ് അക്വിസിഷൻ നിയമപ്രകാരമായിരിക്കും ഭൂമി ഏറ്റെടുക്കുകയെന്നും ഹൈക്കോടതി ഉത്തരവിട്ടു. അച്ചടക്ക ലംഘനത്തിന് ചാർജ് മെമ്മോ നൽകിയ ചീഫ് സെക്രട്ടറിയോട് വിശദീകരണം തേടി സസ്പെൻഷനിൽ കഴിയുന്ന എൻ പ്രശാന്ത് IAS. 7 കാര്യങ്ങൾക്ക് ചീഫ് സെക്രട്ടറി വിശദീകരണം നൽകണമെന്നാവശ്യപ്പെട്ടാണ് കത്ത്. അഡീഷണൽ സെക്രട്ടറി ജയതിലകിനെയും വ്യവസായ വകുപ്പ് ഡയറക്ടറായിരുന്ന ഗോപാലകൃഷ്ണനെയും ഫേസ്ബുക്കിൽ അപമാനിച്ചു എന്നതിന്റെ പേരിലായിരുന്നു പ്രശാന്തിനെ സസ്പെൻഡ് ചെയ്തത്. അന്തരിച്ച മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ സംസ്കാരം നാളെ നടക്കും. അദ്ദേഹത്തിന്റെ മകൾ അമേരിക്കയിൽ നിന്നും എത്തിയതിനു ശേഷമായിരിക്കും സംസ്കാരം നടക്കുക. ഭൗതിക ശരീരം ഡൽഹി ജൻപത്തിലെ വസതിയിലെത്തിച്ചു. ഡൽഹിയിൽ കോൺഗ്രസ് ആസ്ഥാനത്തും പൊതുദർശനം നടക്കും. രാജ്യത്ത് 7 ദിവസത്തെ ദുഃഖാചരണം പ്രഖ്യാപിച്ചു. ക്രിസ്മസ് പരീക്ഷാ പേപ്പർ ചോർന്നതുമായി ബന്ധപ്പെട്ട കേസിൽ അന്വേഷണത്തിന്റെ ഭാഗമായി ചോദ്യം ചെയ്യലിന് ഹാജരാവാത്ത MS സൊല്യൂഷൻസിലെ അധ്യാപകർക്കെതിരെ കർശന നടപടിയുമായി ക്രൈംബ്രാഞ്ച്. 2 തവണ ചോദ്യം ചെയ്യലിന് ഹാജരാവാൻ നോട്ടീസ് നൽകിയിട്ടും അധ്യാപകർ ഹാജരായില്ല. ഇതേ തുടർന്നാണ് കർശന നടപടികളിലേക്ക് ക്രൈംബ്രാഞ്ച് നീങ്ങുന്നത്. നവകേരള ബസ് വീണ്ടും നിരത്തിലേക്ക്. രൂപമാറ്റം വരുത്തിയ ബസ് ബംഗളൂരുവിൽ നിന്നും കോഴിക്കോട് എത്തിച്ചു. കോഴിക്കോട് ബംഗളൂരു റൂട്ടിൽ സർവീസ് പുനരാരംഭിക്കും. 11 സീറ്റുകളാണ് അധികമായി ഘടിപ്പിച്ചിരിക്കുന്നത്. ഇതോടെ സീറ്റുകളുടെ എണ്ണം 37 ആയി. നേരത്തെ 1280 രൂപയായിരുന്നു ബസ് നിരക്ക്. ഇന്നലെ ബാംഗ്ലൂരു കോഴിക്കോട് യാത്രയിൽ 930 രൂപയാണ് ഈടാക്കിയത്. DMK സർക്കാരിനെ അധികാരത്തിൽ നിന്നും പുറത്താക്കുക എന്ന ലക്ഷ്യത്തോടെ BJP തമിഴ്നാട് സംസ്ഥാന അധ്യക്ഷൻ K. അണ്ണാമലൈ വ്രതം തുടങ്ങി. 48 ദിവസത്തെ വ്രതത്തിനാണ് അണ്ണാമലൈ തുടക്കം കുറിച്ചിരിക്കുന്നത്. കോയമ്പത്തൂരിലെ വീടിന് മുന്നിൽ സ്വന്തം ശരീരത്തിൽ 6 തവണ ചാട്ടവാർ കൊണ്ടടിക്കുന്ന വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. DMK സർക്കാരിനെ അധികാരത്തിൽ നിന്നും പുറത്താക്കുന്നതുവരെ ചെരുപ്പിടില്ലെന്ന ശബ്ദവുമായി ഇന്നലെയാണ് K. അണ്ണാമലൈ രംഗത്തെത്തിയത്. പുഷ്പ 2 പ്രീമിയർ ഷോയ്ക്കിടെ തിക്കിലും തിരക്കിലും പെട്ട് യുവതി മരിച്ച കേസിൽ ജാമ്യാപേക്ഷയുമായി അല്ലു അർജുൻ കോടതിയെ സമീപിച്ചു. നാമ്പള്ളി മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഹർജി ഫയൽ ചെയ്തിരിക്കുന്നത്. കേസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഡിസംബർ 13-ന് നടനെ വസതിയിലെത്തി പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു.